ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽഫായിസിൻ ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് അതിൻ്റെ വിതരണമാണ്. ആഗോള സമ്പത്തിൻ്റെ വലിയൊരു ശതമാനവും 1% മാത്രം വരുന്ന സമ്പന്നരിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ഇവിടെ പ്രാസക്തമാകുന്നത്. സൂറത്തുൽ ഹസറിൽ അല്ലാഹു തആല പറയുന്നു, സമ്പത്ത് ധനികർക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല എന്നത്. ഇസ്ലാമിൽ സമ്പത്ത് എന്നത് കേവലം ഒരു വ്യക്തിപരമായ നേട്ടമല്ല, മറിച്ച് സോഷ്യൽ ട്രസ്റ്റ് അഥവാ ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമാണ്. ലിബറൽ സാമ്പത്തിക ക്രമത്തിൽ വ്യക്തിക്ക് സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ സമ്പത്തിൻ്റെ അധികാരം അല്ലാഹു തആലക്ക് മാത്രമാണ്. മനുഷ്യർ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. സമ്പത്ത് ഒരിടത്ത് കെട്ടിക്കിടക്കാതിരിക്കാനുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സംവിധാനമാണ് സക്കാത്ത് എന്നത്. അതിസമ്പന്നരായ ആളുകളുടെ അക്കൗണ്ടുകളിൽ ധാരാളം പണങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ വിപണി മന്ദഗതിയിലാകുന്നു. എന്നാൽ കെട്ടിക്കിടക്കുന്ന സമ്പത്തിന് ഇസ്ലാമിൽ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഇത് പണം പൂഴ്ത്തിവെക്കാതെ ധനികരെ വിപണിയിലേക്ക് നിക്ഷേപിക്കാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദരിദ്രരെ ഉൽപാദനക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മുൻ ലോക ബാങ്കിംഗ് പ്രസിഡന്റായിരുന്ന ജെയിംസ് വുൾഫൻസോൺ പറയുന്നു, സക്കാത്ത് ജനങ്ങൾ ശരിയായി വിനിയോഗിച്ചാൽ ഇന്ന് ലോകത്ത് മുഴുവൻ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാവുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം റിബ അഥവാ പലിശയെ എതിർക്കുന്നത് എന്ന് വെച്ചാൽ, ആധുനിക പലിശ സംവിധാനത്തിൽ റിസ്ക് മുഴുവനും കടം വാങ്ങിയവൻ്റെ തലയിലാണ്. അതിന് ഉദാഹരണം ഇന്ത്യയിലെ കർഷകരുടെ ആത്മഹത്യ പരിശോധിച്ചാൽ കൃഷി നാശനഷ്ടമുണ്ടായാൽ ബാങ്കിന് പലിശ നൽകേണ്ടി വരുന്നു. ഇതുമൂലം മൂലധനം സംരക്ഷിക്കപ്പെടുകയും അധ്വാനം പാഴാകുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മുഷാറക്ക രീതിയിലുള്ള ബാങ്കും സംരംഭകനും തമ്മിൽ ലാഭനഷ്ടത്തിൽ ഒരുപോലെ പങ്കിടണം എന്നുള്ളത്. ഇത് ചൂഷണത്തിന് പകരം മാനുഷികമായ ഒരു സാമ്പത്തിക ക്രമം ഉറപ്പാക്കുന്നു എന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ പണം ഒരു ചരക്കായി കാണപ്പെടുമ്പോൾ ഇസ്ലാമിൽ പണം എന്നുള്ളത് മൂല്യം അളക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. 2008 ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ കാരണം പരിശോധിച്ചാൽ പണമില്ലാത്തവർക്ക് പലിശയായി ലോണുകൾ നൽകി ആ കടപ്പത്രങ്ങൾ വീണ്ടും മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഊഹക്കച്ചവടങ്ങളാണ്. ഇത്തരത്തിലുള്ള ഊഹക്കച്ചവടങ്ങളെ ഇസ്ലാം പൂർണ്ണമായി നിരോധിക്കുന്നുണ്ട്. എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ഒരു യഥാർത്ഥ ആസ്തിയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമിലെ സാമ്പത്തിക നീതിശാസ്ത്രം കേവലം ഒരു മതപരമായ നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് ചൂഷണരഹിതമായൊരു ആഗോള ക്രമത്തിനുള്ള പ്രായോഗിക പരിഹാരങ്ങളാണ്. പലിശയിലൂടെ മനുഷ്യനെ കടക്കണിയിലാക്കുന്നതിന് പകരം പങ്കാളിത്തത്തിലൂടെ വളരാനും സക്കാത്തിലൂടെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാവുന്ന സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് മോഡലാണ്
ഇസ്ലാം ലോകത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.